കാലാവസ്ഥാ വ്യതിയാനം കാരണം യുവതിക്ക് വട്ടായി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ? എന്നാ എന്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയാണ്. ഉച്ചയ്ക്ക് സൂര്യവെളിച്ചം അടിച്ചിട്ട് ഏകദേശം 6 മാസമായി. അവസ്ഥയും കാലാവസ്ഥയും എന്തായാലും നമ്മൾ പണിക്ക് പോകണം എന്നുള്ളതാണ് നിത്യമായ ഒരു സത്യം. ഇന്ന് എന്റെ ബ്ലേസർ കണ്ടിട്ട് 3 ആൾക്കാർ എന്നോട് പറഞ്ഞ് അടിപൊളിയാണ്. നന്ദി പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് ഇറ്റ്സ് ത്രിഫ്റ്റഡ് ഫോർ വെറും $10. ജീവിതത്തിൽ എനിക്ക് എന്നെ പറ്റി അഭിമാനം തോന്നുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണിത്. ചെറിയ പൈസക്ക് നല്ല മുന്തിയ സാധനം ഒപ്പിക്കും. എന്റെ വീട്ടിലെ കസേര, കൗച്ച്, ടേബിൾ ഇത്യാദി സാധനങ്ങളെല്ലാം ത്രിഫ്റ്റഡ് ആണ്. ഓഫീസിൽ പോകേണ്ട 3 ദിവസത്തെയും ഫുഡ് ഞാൻ ഒരു ദിവസം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ അങ്ങ് നിക്ഷേപിക്കും. അതുകൊണ്ട് എന്റെ കീശേന്റെ ഒട്ട ലേശം കുറവുണ്ട്. ഇന്ന് ഓഫീസിൽ മുതലാളി ഇല്ലാത്തത് മുതലാക്കാൻ ഞാൻ ഒരു 5 മിനിറ്റ് അധികം നടന്നു. ഇന്ന് പണിയെടുക്കാൻ മൂടില്ല, ബാർബഡോസ് പോവാന്ന് പറയുന്ന ഒരു കാലം. അതാണ് ഈ ഞാൻ സ്വപ്നം കണ്ട എന്റെ ഭാവി. വഴിയിൽ കാണുന്ന സുന്ദരികളായ സ്ത്രീകൾ, വിലപിടിപ്പുള്ള കാറുകൾ, ചുണ്ടുമണികളായ പട്ടികൾ എന്നിവയെ നോക്കി വെള്ളർക്കലാണ് എന്റെ മെയിൻ പണി. ഇന്നത്തെ അംഗം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോകാം. എന്റെ വിചിത്രമായ ചിന്തകളിൽ ഈ വീട്ടിൽ പോകുന്ന ആൾക്കാരെല്ലാം വീട്ടിൽ പോയിട്ട് അവരെല്ലാം എങ്ങനെയാ ജീവിക്കുന്നതെന്ന് കാണാൻ എനിക്ക് ഭയങ്കര പൂതി. എന്റെ ഉള്ളിൽ എവിടെയോ ഒരു അമ്മായി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നൊരു സംശയം ഉണ്ടല്ലേ? ഞാൻ സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണെന്നാണ് എന്റെ ഭർത്താവ് എന്നോട് പറയുന്നത്. ആ എനർജീന്റെ അതിപ്രസരണം കാരണം ഞാൻ ഇന്ന് ജിമ്മിൽ വരെ പോയി. മാനസിക നില ശരിയാക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്നത് വളരെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്ക് ജിമ്മിൽ പോകണമെങ്കിൽ എന്റെ മാനസിക നില ആദ്യം ശരിയായിരിക്കണം. ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ എപ്പെങ്കിലും വരാം.